പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നീക്കുവാവേ. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്നത് ഭാഷാവരത്തെ കുറിച്ചാണ്. ആൾക്കാർക്ക് എപ്പോഴും കരിസ്മാറ്റിക് ആധ്യാത്മിക സരണികളെ വിമർശിക്കുന്നവർക്ക് മനസ്സിലാകാത്തത് ഭാഷാവരമാണ്. ഭാഷാവരം എന്ന് പറഞ്ഞാൽ ഭാഷാവരം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി വരണത് ഈ രോഗശാന്തിപരവും ഭാഷാപരമായിട്ടാണ്. അവൻ ഡെലിവറൻസും ഭാഷാപരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥ വഹിക്കുകയാണെന്നില്ല. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവിൻ്റെ സഹായമാണ്
ഈ ഭാഷാപരമായിട്ട് വരണം. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് ചില സമയത്ത് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ല. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഭാഷാപരത്തിൽ ഒരു സിലബിൾ ഉണ്ടാവും, നോൺസെൻസ് സിലബിൾ ഉണ്ടാവും അല്ലേ. ഇപ്പം കൃപാസനത്തിലൊക്കെ ഉപയോഗിക്കുന്ന യാ സിരിയ അറാബി, അത് എപ്പോഴും കിട്ടണമല്ലത്. ഏതെങ്കിലും ഒരു അഭിഷേക സമയത്ത്, എനിക്ക് വേണ്ട 2000 അടുത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ കടലോര കൃപാവരിഞ്ഞ കാലത്ത് കിട്ടിയതാണത്. എപ്പോൾ കിട്ടിയത് ഞാൻ ഇപ്പോഴും ഓർക്കണില്ല. പക്ഷേ ഭാഷാപരത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചാൽ മതി. അല്ല ഓരോ സമയത്തും ഓരോ ഭാഷാപരം അറിഞ്ഞു കിട്ടത്തില്ല. മറിച്ച് ഒരു ഭാഷാപരത്തിൻ്റെ സിലബിൾ കിട്ടിയാൽ അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം എന്താ പ്രോബ്ലം വെച്ചാൽ, ഇപ്പോൾ ഒരാൾ പനിയാണെന്നും പറഞ്ഞ് വരുന്നത്, അപ്പം നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നത്, പനിയാകണം നിർബന്ധമില്ല, വല്ല മഞ്ഞപ്പിത്തവരായിരിക്കും, അറിയത്തില്ലല്ലോ. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളാ കഥയൊക്കെ വെച്ചുകൊണ്ട് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആത്മാവ് തന്നെ ആ യഥാർത്ഥ രോഗം വിവേചിച്ചിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഇതുപോലെ തന്നെ നീ ഒരു സ്ഥലം എടുക്കാൻ പോകുമ്പോഴും ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഭാഷാപരത്തെ കിട്ടിയത് നല്ലതാണ്. ഭാഷാപരം അല്ലെങ്കിൽ ഭാഷാപരം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെ നല്ലത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. അത് പിന്നെ ആ കുഴപ്പമില്ല. കാര്യം അതിൻ്റെ അകത്ത് ദൈവം തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കണമെങ്കിലും, കർത്താവ് ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണാൻ പോവുകയാണ്, എനിക്കറിയത്തില്ല, നീ തന്നെ അത് സെലക്ട് ചെയ്യണം, എനിക്ക് പറ്റാത്തതാണ്, എൻ്റെ കുടുംബത്തിൽ പറ്റാത്തതാണെങ്കിൽ നീ അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് പകരം സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കേസ് എടുത്താലും എൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങയുടെ അത് സ്വീകരിക്കാതിരിക്കുന്നതല്ല, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലേലും അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഓപ്പൺനെസ് സ്പിരിറ്റുണ്ട്. പ്രാർത്ഥനയ്ക്ക് അന്തിമ തീരുമാനം കർത്താവിൻ്റെതായിരിക്കും. അത് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാഷാപരം എന്ന് പറയുന്നത്. പക്ഷേ ഭാഷാപരം അങ്ങനെ ക്വാളിറ്റിയുള്ള മറ്റു വരങ്ങളെപ്പോലെ അല്ലെന്ന് സെൻറ്റ് പോളും ആദിമസഭയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആക്രാന്തം മൂത്ത് ഭാഷാപരം ഇല്ലെങ്കിൽ എനിക്ക് കൃപ കിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെയും ദൈവസ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭാഷ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി കിടന്നുകൊണ്ട് മത്സര പിടിക്കുകയോ വെബ്രാളം കാണിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം ഭാഷാപരം പറഞ്ഞാണ് സഭയെ മറ്റുള്ള ആൾക്കാർ പലരും അവമതിക്കണത്. ചില ആൾക്കാരുടെ ഭാഷാപരം കേട്ട് കഴിഞ്ഞാൽ അത് കോമഡി പോലെ തോന്നുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ സത്യസന്ധമാണോ എന്ന് നമുക്കറിയത്തില്ല, നമുക്ക് വിധിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാലും മതി. പക്ഷേ അതിൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. പക്ഷേ അതിനേക്കാളുപരി വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിലും ഒരു പ്രാർത്ഥനയും ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമർപ്പണം വേണം. സമർപ്പണം എന്ന് പറയുന്നത് ദൈവ മനസ്സിനുള്ള സമ്പൂർണ്ണമായ കീഴ്വഴങ്ങലാണ്. അതിന് തയ്യാറായിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അന്തിമ തീരുമാനം എൻ്റെ കർത്താവിൻ്റെതാണെന്ന് പറയുന്നവർക്കാണ് ദൈവം അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കുഞ്ഞിന് കഴിഞ്ഞ മെയ്യിൽ സൗദിക്ക് പോകാൻ സാധിച്ചു. ഇപ്പം ജോലിയിൽ തുടരുക, ഒരു കുഴപ്പമില്ല. എനിക്കൊരു 10 വർഷമായിട്ട് അലർജി രോഗമാണ്. ഒരു മരുന്നും കഴിക്കാൻ മേല, പാരസെറ്റാമോൾ അല്ലാതെ ഒന്നും കഴിക്കത്തില്ല. എന്ത് അസുഖം വന്നാലും അത് മാത്രമേ കഴിക്കാനൊക്കത്തുള്ളൂ. കാലാണ് എപ്പോഴും പൊട്ടി വേദനയോട് വേദന. അപ്പം ഞാൻ ഇവിടുന്ന് പോയ പിന്നെ ഒരു മരുന്നും കഴിക്കാതെ ഉടമ്പടി തൈലം എടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉപ്പിട്ടു വെള്ളവും കുടിക്കുകയും എല്ലാം ചെയ്തിട്ട് ഇപ്പം പൊട്ടലൊന്നുമില്ല, കാലം നല്ലോണം സുഖപ്പെട്ടിരിക്കുവാണ്. പിന്നെ 5ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് 2021 ചുമ്മാതെ എഴുതിയത് നമുക്ക് നടക്കത്തില്ല, എന്നാലും ഒരു വണ്ടി മേടിക്കാനായിട്ട് എഴുതിയായിരുന്നു. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. 2021 അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പുതുക്കാൻ വന്നപ്പോൾ 2 ആഴ്ചക്ക് മുമ്പ് പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഉടനെ ഒരു വണ്ടി മേടിക്കാൻ പുതിയ വണ്ടി മേടിച്ചു. അമ്മ മാതാവ് എന്നെ ഓർപ്പിച്ചതാ, അല്ല ഇപ്പം ഇത് മേടിക്കേണ്ട കാര്യമില്ല. ഉടനെ മേടിച്ചു. ഞാൻ പറഞ്ഞു അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോകാഞ്ഞത്, ഈ ആഴ്ച നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പുത്തനൊരു വണ്ടി മേടിക്കാൻ അമ്മ മാതാവ് സഹായിച്ചു. അങ്ങനെ 5 നിയോഗം എൻ്റെ കാര്യം സാധിച്ചു. പിന്നെ എനിക്ക് ഒരു വിഷമം ഉണ്ടെന്ന് പറയാം. എൻ്റെ മോനും 6 മാസം മുതൽ പിക്സ് വരുന്ന രോഗമാണ്. എന്ത് ചെയ്തിട്ട് അത് മാത്രം മാറുന്നില്ല, ബാക്കിയെല്ലാം അമ്മ മാതാവ് സാധിച്ചു. ഈയിടെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. 83 വയസ്സുണ്ട്. മാറി അത് മാതാവ് മാറ്റിത്തരും. എനിക്കറിയാം അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന മാതാവ് ഇത് മാറ്റിത്തരും. അടുത്ത സാക്ഷ്യത്തിനായിട്ട് ഞാൻ ഇവിടെ അതിനാണ് വരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 25 കൊല്ലം മുമ്പ് ഞാൻ പത്രമെല്ലാം മേടിച്ച് മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ പള്ളിയിലെ വീടുകളിലെല്ലാം കൊണ്ടു കൊടുക്കും. അടുത്ത് എന്തെങ്കിലും രോഗികളുണ്ട് അവരുടെ വീട്ടിൽ പോയി എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴത്തേന് രൂപ കൊടുക്കുകയും 25 കൊല്ലമായിട്ട് ഞങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഒരു മേലം നിറഞ്ഞ പൈസ കൊണ്ടു കൊടുക്കും. ഞാൻ പറയും ഇല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച മീൻ മേടിക്കണ്ട, ഇറച്ചി മേടിക്കണ്ട, ആ പൈസ കൊണ്ടു കൊടുക്കണമെന്ന് പറയും. അതുകൊണ്ട് ദൈവം എന്നും ഉയർത്തിയിട്ടുള്ളൂ മാതാവേ, ഇന്ന് വരെ ഉയർത്തി, ഓരോ ദിവസവും ഉയർത്തി നല്ലൊരു ഇതായിട്ട് ജീവിക്കുക. പിന്നെ എൻ്റെ മോന് മാത്രം അത് അമ്മ മാതാവ് നടത്തി തരും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ കൂടുതൽ ചെയ്തും മരുന്ന് മേടിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാൽ പൈസ കൊടുത്തു. ഞാൻ അങ്ങനെയെല്ലാം എൻ്റെ അമ്മ മാതാവ് തന്ന 1000 നന്ദി. ഇനി എൻ്റെ മോൻ്റെ കാര്യം മാത്രം അമ്മ മാതാവ് നടത്തി തരും. എനിക്കത് മാത്രം ഒരിതാണ്, അത് മാറ്റി തരും. യേശുവിനും മാതാവിനും 1000 തിരുക്കുമാരനും നന്ദി. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. എൻ്റെ പേര് ഡിംപിൾ സെബാസ്റ്റ്യൻ, ഇതെൻ്റെ പപ്പ സെബാസ്റ്റ്യൻ. ഞങ്ങളുടെ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഈശോയും മാതാവും അനുഗ്രഹിച്ചതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ ദൈവമായ ആൾത്താരയിൽ കയറി നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും. ഞാൻ ആദ്യമായി എൻ്റെ ഉടമ്പടി തുടങ്ങുന്നത് ജൂലൈ 16, 2022 ആണ്. അന്ന് ഞാനിങ്ങോട്ട് വരുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ദുഃഖങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നത് മമ്മിയുടെ രോഗത്തിനോടനുബന്ധിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി ഞാൻ മമ്മീൻ്റെ രോഗം കുറിച്ച് എഴുതാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത് വിട്ടുപോയ ഒരു കാര്യം, അതായത് ഞങ്ങളുടെ വീടും സ്ഥലവും 16-17 വർഷമായി ഞങ്ങൾ തലകുത്തി കിടന്ന് അങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു നിയോഗം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയില്ല, അതെനിക്ക് ഓർമ്മ വന്ന് ഞാൻ എഴുതി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്ന് ഒരു 500-ൽ പരം ആളുകൾ എൻ്റെ വീട് സ്ഥലം വന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു
പക്ഷെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കരച്ചിലായിരുന്നു. കാരണം എൻ്റെ പഠനം, എൻ്റെ ജോലി ഒക്കെ എനിക്ക് ഈശോ തന്നതാണ്. പക്ഷേ ആ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് അകന്നു. അപ്പം എനിക്ക് മാതാവിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നേ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും അടയാളം ചോദിക്കുന്നു, അപ്പം എന്നെ അമ്മ കാണുന്നുണ്ടാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ്, എനിക്കറിയില്ല, ടോക്കൺ എടുത്തിട്ടാണ് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ സിസ്റ്റർ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. പെട്ടെന്ന് ഞാൻ ടോക്കൺ എടുത്തു. അപ്പോൾ എനിക്ക് മാതാവ്. അപ്പോൾ എല്ലാവരും മാതാവിനെ കിട്ടിയോ? അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ കാണുന്നുണ്ട്. അപ്പം അങ്കിൾ വന്ന് എൻ്റെ ഉടമ്പടി പത്രം എടുത്തിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ കാണുന്നുണ്ട്. അന്ന് ഞാൻ പോയി എനിക്ക് എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ പോയി. അന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്ഥലത്തിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛനെ കാണാൻ എനിക്കൊരവസരം കിട്ടി. അച്ഛനൊരു കാശുരൂപം തന്ന് ഞാൻ അവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കൂടി ഇരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാനെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ വേഗം നടക്കുമായിരിക്കുന്നത്. പക്ഷെ നടന്നില്ല. ഞാൻ ഓരോ ഡേറ്റുകൾ മാറി ഇട്ടു. സെപ്റ്റംബർ 8, ഓഗസ്റ്റ് 15 അങ്ങനെ മാറി ഉടമ്പടി പുതുക്കി. പക്ഷെ 2 ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ ആ കാര്യം വിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഉടമ്പടി നിയോഗം ഡേറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ ബസ്സൊക്കെ ബുക്ക് ചെയ്തിടും സാക്ഷ്യം പറയാൻ. കാരണം വിശ്വാസ പ്രഖ്യാപനമാണല്ലോ. അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ ബസ് നേരത്തെ ബുക്ക് ചെയ്തിടും. പക്ഷെ അങ്ങനെ ഒരു 5-6 തവണ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ പൈസയൊക്കെ പോവും. അപ്പോൾ വീട്ടിലും ദേഷ്യമായി, പിന്നെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ തന്നെ എന്നെ കളിയാക്കും, നീ കുറച്ച് ഓവറാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ കാത്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ എനിക്ക് പങ്കുകൊള്ളാൻ പറ്റിയില്ല. വേണ്ടത്ര ഒരുക്കമില്ലാതെ ഇരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അന്ന് പനി പിടിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ ജപമാല റാലിക്ക് മുമ്പേ ഞാൻ 1 മാസം മുമ്പേ 3 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിക്ക് ഞാനും പപ്പയും പങ്കെടുത്തിരുന്നു. അന്ന് വന്നപ്പം ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ മണ്ണെടുത്ത് വന്നിരുന്നു. അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ ഈ കാര്യത്തിനെ പറ്റി ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അതങ്ങ് വിട്ട് കളഞ്ഞു. ഡിസംബർ 7-ാം തീയതി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം 2:30-ക്കുള്ളിൽ ഞങ്ങൾ അറിയാത്തൊരാൾക്കാർ വന്ന് ഞങ്ങൾക്ക് ടോക്കൺ തന്ന് അർഹമായ ഒരു വിലയ്ക്ക് ഞങ്ങളുടെ ആ സ്ഥലം വാങ്ങിക്കുകയുണ്ടായി. അത് അമ്മ, കാരണം ഡിസംബർ മാസം ദൈവം ഏറ്റവും വലിയ സ്നേഹമായി ഈശോ നമുക്ക് തന്ന മാസമാണ്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ 7-ാം തീയതി അമ്മ ഞങ്ങൾക്ക് ഇത് നടത്തി തന്നു. അതും വിചാരിക്കാത്ത സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കാത്ത നേരത്ത്. നമ്മൾ മറന്നാലും അമ്മയും ഈശോയും നമ്മുടെ ആവശ്യങ്ങളൊന്നും മറക്കില്ല. അങ്ങനെ അതിന് മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും പുറത്തേക്ക് പോയാലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നത്. അപ്പം ഓൾറെഡി എന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പഠിപ്പിച്ചത്. ഒരു 25 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് പഠിപ്പിച്ചത്. അപ്പം എൻ്റെ സിസ്റ്റർ 12th പാസ് ഔട്ട് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇനി ഞാൻ പഠിക്കാൻ പോയാൽ എൻ്റെ കുടുംബത്തിന് അതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നുമില്ലാതെ എനിക്ക് എവിടെയെങ്കിലും തരുവാണെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പാസ്പോർട്ട് അമ്മയുടെ മുമ്പിൽ കാണിച്ചിട്ട് എവിടെയെങ്കിലും എനിക്കിത് പോകാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രാൻസിൽ പോകാൻ ഞാനിങ്ങനെ ഒരു ബ്രോഷറിൽ കണ്ടു. ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരാണ്. അപ്പോൾ ജോലീൻ്റെ ഒപ്പം ഞാൻ രാത്രി ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി എനിക്കത് കിട്ടി. പക്ഷേ എനിക്ക് വലിയൊരു മാനസിക സംഘർഷം അവിടെ ഉണ്ടായി. കാരണം 36 ലക്ഷം ഡിസൈൻ കോഴ്സാണ്. അപ്പം ഒരിക്കലും സ്കോളർഷിപ്പൊന്നും അധികം ഇല്ല. അപ്പം 36 ലക്ഷം ആവും എല്ലാം കൂടെ നോക്കുമ്പം. അപ്പം ഞാൻ നോക്കുമ്പം ലോൺ എടുക്കുക. അപ്പം എൻ്റെ അനിയത്തി പഠിക്കാനുണ്ട്. അപ്പം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഈശോ തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് വളരെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി.
എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ രാത്രി എഴുന്നേറ്റ് സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലും. ഞാനെന്ത് കാണിച്ചു, ഞാനത് ഒഴിവാക്കി, ഞാനത് വേണ്ടാന്ന് വെച്ചു. ഈശോ എനിക്ക് ഇതിലും നല്ലൊരു അവസരം തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പം 2 മാസത്തിന് ശേഷം എനിക്ക് ഖത്തറിന്ന് എൻ്റെ അറിയുന്നൊരു ഫ്രണ്ട് വഴി എനിക്കൊരു ഓഫർ വന്നു. ഒരു പൈസ മുടക്കില്ലാതെ, ഒരു കടവും വരുത്താതെ എനിക്ക് പോകാൻ എനിക്ക് ഈശോയും മാതാവും ചേർന്ന് എനിക്കൊരു അവസരം തന്നു. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം പിന്നീട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ഓരോന്നോരോന്ന് അമ്മ ഒരുക്കി തന്നു. അതുപോലെ ഈ 3ാമത്തെ ഉടമ്പടി അവസാനിച്ചത് ഈ നവംബർ 10-നാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, ഒരു ഗംഭീരമായി സാക്ഷ്യം പറയാനുള്ള ഇതൊന്നും ആയില്ലല്ലോ മാതാവിന്ന്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതുമല്ല. പപ്പയ്ക്ക് കുറച്ച് എതിർപ്പുകൾ എന്ന് വെച്ചാൽ ഓവറൊന്നും ആവരുത് എന്നൊരു അഭിപ്രായക്കാരനാണ്. അപ്പം പപ്പയ്ക്ക് ഒരടയാളമായി